എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ എൻ യജമാനനേ, എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ, ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ. ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ, ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ. എന്നേശുവേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 7:12 വായിക്കും. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലേ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കളയും വരെ ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. മോശയ്ക്ക് ശേഷം യോശുവയാണ് ദൈവജനത്തെ നടത്തിയത്. മോശ കാദേശ് ബർന്നേയ വരെ ജനത്തെ എത്തിച്ചു, യോർദാൻ്റെ തീരം വരെയും. പക്ഷേ യോർദാൻ്റെ അപ്പുറം ജനത്തെ കനാനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശയ്ക്ക് ശേഷം ദൈവം ജനത്തെ നടത്തുവാൻ യോശുവയെയാണ് നിയമിച്ചാക്കിയത്. എല്ലാം ദൈവികമായ നടത്തിപ്പുകളായിരുന്നു. ഇന്ന് പലതും ആളുകൾ കൂടി ഭൂരിപക്ഷം നോക്കി തിരഞ്ഞെടുക്കുകയാണല്ലോ ഇന്ന് പല കാര്യങ്ങളും നടക്കുന്നത്. അവിടെ ഭൂരിപക്ഷം നോക്കിയല്ല, ആരുടെയെങ്കിലും ഇഷ്ടപ്രകാരമല്ല, സ്വർഗത്തിലെ ദൈവം സ്വർഗീയമായി അതിൻ്റെ തിരിഹിതം നിവർത്തിക്കാനായി
ദൈവം തന്നെ തിരഞ്ഞെടുക്കുകയാണ്, ദൈവം തന്നെ നിയമിക്കുകയാണ്. അത്ര അത്ഭുതമായിട്ടാണ് ദൈവം തന്നെ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നത്. ജനത്തെ നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെയും അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത്ഭുതകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ശാപകരമായ കാര്യങ്ങളാണ് നമുക്കുള്ള ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. പൂർവികന്മാരുടെ കാലം മുതൽ നിൽക്കുന്നതായ പല ശാപങ്ങൾ, കാരണവന്മാരുടെ കാലം മുതൽ തുടർന്നു വരുന്നതായ ചില ദോഷങ്ങൾ, ചില ദുഷിച്ച സമ്പ്രദായങ്ങൾ, ദുഷിച്ച ആചാരങ്ങൾ, ശാപകരമായി പലതും നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെയുണ്ട് ശാപകരമായത്, ശാപം. എന്നാൽ യോശുവ ജനത്തോട് പറഞ്ഞിരുന്നു, എരിഹോ കോട്ട പിടിക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ് നാം കോട്ട പിടിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാലാണ് നാം കോട്ട പിടിക്കുന്നത്, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കണം. ഈ കോട്ടയിൽ നിന്ന്, എരിഹോയിൽ നിന്ന് കിട്ടുന്നതായി ഒരു വസ്തുവും നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കരുത്. അവിടെ ശത്രുവിൻ്റെ കൈവശമുള്ള ഒന്നും നിങ്ങൾ സ്വന്തമാക്കരുത്. എരിഹോയിലുള്ള ജനപ്പെരുപ്പം എല്ലാം ശത്രുവായ പൈശാചികൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെയല്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ അല്ലാത്തതായ ആ പുറജാതി വർഗത്തിൽ കനാന്യർ, പെരിസ്യർ, ഹിവിയർ, യെബൂസിയർ തുടങ്ങിയുള്ള ആളുകളുടെ കൈവശമുള്ളതൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകരുത്, നിങ്ങൾ എടുക്കരുത്. വ്യക്തമായിട്ട് കൽപ്പന കൊടുത്തിരുന്നു. പക്ഷേ ഇസ്രായേൽ കൂട്ടത്തിൽ ആഖാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വലിയ അകൃത്യം ചെയ്തു. ചില ദൈവത്തിന് വേണ്ടി നിവേദിക്കപ്പെട്ടത്, ദൈവത്തിന് വേണ്ടി ഡിവോട്ടഡായിട്ടുള്ള, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടുള്ളതായ ആ വസ്തുക്കൾ ചിലത് ആഖാൻ മോഷ്ടിച്ചു. കണ്ടപ്പോൾ കൗതുകം തോന്നി, മോഷ്ടിക്കണമെന്ന് തോന്നി. ആഖാൻ അവ മോഷ്ടിച്ചു. ഇസ്രായേൽക്കാർ ആരും തന്നെ അറിഞ്ഞില്ല ഈ ആഖാൻ ഇത് മോഷ്ടിച്ച കാര്യം. യോശുവായും അറിഞ്ഞില്ല. ജനത്തെ നടത്തുന്ന യോശുവായും അക്കാര്യം മനസ്സിലാക്കിയില്ല. പക്ഷേ മനസ്സിലാക്കി അവർ അടുത്ത യുദ്ധത്തിന് പോയപ്പോൾ, ഹായി കോട്ട പിടിക്കാൻ പോയപ്പോൾ, വളരെ ചെറിയൊരു കോട്ടയാണ്, വലിയ എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഹായി കോട്ട പിടിക്കാൻ പോയപ്പോൾ അവർക്ക് വലിയ പരാജയം നേരിട്ടു. അനേകം പേരെ വധിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ അനേകം പേര് വധിക്കപ്പെട്ടു. എന്താണ് കാരണം? യോശുവ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവദാസനായ യോശുവ, കർത്താവേ, ഈ ജനത്തിൽ ഇത്രയും വലിയ നഷ്ടം വന്നു പോയല്ലോ, യുദ്ധത്തിൽ അനേകർ തോറ്റുപോയല്ലോ, യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റുപോയല്ലോ, ഞങ്ങളുടെ സേനാനികൾ പലരും വധിക്കപ്പെട്ടുവല്ലോ, കർത്താവേ, എന്താണ് പോംവഴി? യോശുവ രാവിലെ മുതൽ ഉപവാസമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയുകയാണ്. നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കാം, യോശുവ 7-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. യോശുവ ദൈവത്തോട് വാദിക്കുകയാണ്. 7-ാം വാക്യം നമുക്ക് വായിക്കാം. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നതെന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിനു വേണ്ടി എന്തു ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. യോശുവ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, മുട്ടിപ്പായി യാചിക്കുകയാണ്, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആഹാരമൊന്നും കഴിക്കുന്നില്ല. യോശുവ അങ്ങ് നിലവിളിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ദുഷ്ടശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകുമല്ലോ, ഞങ്ങൾ അപകടത്തിലായി പോകുമല്ലോ, ഇവിടെയുള്ള കനാന്യർ ഞങ്ങളെ നിഗ്രഹിക്കുമല്ലോ, ഇവിടെയുള്ളതായ പുറജാതികൾ ഞങ്ങളെ നശിപ്പിക്കുകയും ഞങ്ങളെ ഈ ഭൂമിയെ തുടച്ച് നിൽക്കുകയും ചെയ്യുമല്ലോ. കർത്താവേ, എന്താണ് ഞങ്ങൾക്കിങ്ങനെ വന്നത്? ഞങ്ങളോട് ക്ഷമിക്കണമേ, അറിഞ്ഞോ അറിയാതെയോ ഒന്ന് പോയ പാവങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. യോശുവ പ്രാർത്ഥിക്കുകയാണ്. കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറയുന്നു, അടുത്ത വാക്യം, യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു.
അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ മറുപടി കൂട്ടുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ വീണ് കിടന്ന് കരയുന്നത്? അതുകൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ജനം പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം ജനത്തിൻ്റെ മേൽ വന്നിരിക്കുന്നു, ശാപം അവരുടെ മേൽ വന്നിരിക്കുന്നു. ജനത്തിൻ്റെ മേൽ ശാപം വന്നിരിക്കുന്നു. നീ ജനത്തെ നടത്തുവാൻ നിയുക്തനായ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. എന്നാൽ നീ അറിയുന്നില്ല ജനത്തിന് വന്നിരിക്കുന്നതായ നാശം എന്ത് എന്ന്. ജനത്തിന് വന്നതായ പാവം എന്തെന്ന് നീ അറിയുന്നില്ല. ദൈവം പറയുകയാണ്, യോശുവ നീ എന്തിനെങ്ങനെ വീണ് കിടക്കുന്നത് കരയുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അവർ എടുക്കാൻ പാടില്ലാത്ത ശബ്ദാർപ്പിത വസ്തു, ഡിവോട്ടഡ് ആയിട്ടുള്ള വസ്തു, ദൈവത്തിന് വേണ്ടി നിവേദിക്കപ്പെട്ട വസ്തു അവരെടുത്തിരിക്കുന്നു, മോഷ്ടിച്ചിരിക്കുന്നു, മറവ് ചെയ്തിരിക്കുന്നു, സാമാന്യങ്ങളിലൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ്. നീ കണ്ടില്ല, പക്ഷേ എല്ലാം കാണും ദൈവം പറയുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് നിൻ്റെ മേൽ, ഈ ജനത്തിൻ്റെ മേൽ വലിയൊരു ശാപം വന്നിരിക്കുന്നു. യോശുവ പാപം ചെയ്തില്ലല്ലോ, പക്ഷേ ആ ജനക്കൂട്ടത്തിൽ ഒരാൾ പാപം ചെയ്തത് എല്ലാവരുടെയും മേൽ ബാധിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്കൊരാൾ പാപം ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഓരോ കൊച്ചു കൊച്ചു കുടുംബങ്ങളുള്ളവരാണല്ലോ. ഒരാൾ തെറ്റിലേക്ക് പോയാൽ അതിൻ്റെ ദോഷം മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറയായി വന്നു ചേരും. ഒരാൾ പാപത്തിലേക്ക് പോയാൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആ ശാപം പകരും. അത് ശാപകരമാണ്. ഓർക്കുക, നാം ഒരാൾ അവിശ്വസ്തരായി തീർന്നാൽ മക്കൾക്ക് ദോഷം വരും. ഒരാൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയില്ലാതെ നിന്നാൽ, തെറ്റിലേക്ക് പോയാൽ, പാപത്തിലേക്ക് പോയാൽ, മദ്യപാനത്തിലേക്ക് പോയാൽ, അകൃത്യങ്ങളിലേക്ക് പോയാൽ, പുറത്തു പറയാൻ പാടില്ലാത്തതായ അഴുക്കായ ജീവിതത്തിലേക്ക് പോയാൽ, അതുമൂലം നമ്മുടെ കുടുംബം നശിക്കും, കുടുംബത്തിന് അപകടമാകും. വളരെ ഗൗരവമുള്ള കാര്യമാണത്. നഷ്ടം വരും, കഷ്ടം വരും, തോൽവി വരും, വലിയ വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വരും. കർത്താവ് പറയും, നീ എന്തിനിങ്ങനെ കരയുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പാപം ചെയ്തതാണ് കർത്താവ് പറയുന്നത്. ഒരാളെ പാപം ചെയ്തു, പക്ഷേ എല്ലാവരെയും കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഈ ജനം പാപം ചെയ്തിരിക്കുന്നു, അവരുടെ മേൽ ശാപം വന്നിരിക്കുന്നു. ശാപം നീക്കാതെ, ശാപം നീക്കുന്നതിന് നിങ്ങൾ അനുദപിക്കാതെ, ശാപം നീക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാതെ, ശാപം നീക്കി തരുന്നതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാതെ നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഫലമില്ല. വളരെ സ്പെസിഫിക്കായിട്ടാണ് കർത്താവ് പറയുന്നത്, വളരെ കൃത്യമായിട്ടാണ് കർത്താവ് പറയുന്നത്. പാപമുണ്ട്, പാപം നീക്കിക്കളയണം, ഇല്ലെങ്കിൽ ശാപം നിങ്ങളുടെ കുടുംബത്തിന്മേൽ വരും. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഓരോ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ നാം ഓരോരുത്തരും. നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ നെടുവീർപ്പുണ്ട്. അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അനാസ്ഥയുണ്ട്, പ്രാർത്ഥിക്കുന്നില്ല. തിരുവചനം വായിക്കാൻ അനാസ്ഥയുണ്ട്, തിരുവചനം വായിക്കുന്നില്ല. ഒരു ചടങ്ങ് പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നു മാത്രം. നമ്മൾ പലരുടെയും കുടുംബങ്ങൾ അങ്ങനെയാണ്. ചടങ്ങ് പോലെ പള്ളിയിൽ പോകും, ചടങ്ങ് പോലെ സന്ധ്യാനമസ്കാരം ചൊല്ലും, ചിലരെല്ലാം ചടങ്ങ് പോലെ പ്രഭാത പ്രാർത്ഥന ചൊല്ലും. പിന്നെ ഇതൊന്നും ഇല്ലാത്ത വീടുകൾ അനേകമാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ പലരുടെയും വീടുകൾ എങ്ങനെയാണ്? സന്ധ്യാനമസ്കാരം ഉണ്ടോ? നിങ്ങളുടെ വീടുകളിൽ പ്രഭാത നമസ്കാരം ഉണ്ടോ? രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേറ്റ് മക്കളെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രഭാത പ്രാർത്ഥനയുണ്ടോ? വൈകുന്നേരം എല്ലാം കഴിഞ്ഞു, ജോലിയെല്ലാം കഴിഞ്ഞു, എല്ലാവരും വന്നു ചേർന്നു ഒരു കൃത്യസമയം പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ സന്ധ്യാനമസ്കാരത്തിന് സമയമുണ്ടോ? എടുക്കാറുണ്ടോ? നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അനാസ്ഥ വന്നിരിക്കുന്നു, അനാസ്ഥ, താല്പര്യക്കുറവ് വന്നിരിക്കുന്നു. ഒരു കാലത്ത് വേദപുസ്തകം വായിക്കാൻ നല്ല നിഷ്ഠയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വേദപുസ്തകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വേദപുസ്തകം എവിടെ വെച്ചു എന്ന് പോലും ചിലർ അറിയുന്നില്ല. അനേകരിന്ന് വേദപുസ്തകം വായിക്കുന്നില്ല. തന്മൂലം വേദപുസ്തകം വായിക്കാത്തത് മൂലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോവുകയാണ്. വചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പാവത്തോടെടുക്കുകയാണ്. വചനത്തിൽ നിന്ന് ആരകന്നു അവൻ പാവത്തോടെടുക്കുന്നു. പാവത്തോടെടുക്കുമ്പോൾ വചനത്തോട് അകലും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിഷ്ഠകൾ വലുത് പോയിരിക്കുന്നു. നിഷ്ഠകളില്ല. നിഷ്ഠയുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. പഠിക്കുന്ന കുട്ടികൾക്കും നിഷ്ഠ വേണം, പഠിപ്പിക്കുന്ന അധ്യാപകർക്കും നിഷ്ഠ വേണം, ജോലി ചെയ്യുന്നവർക്കും നിഷ്ഠ വേണം. എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നിഷ്ഠ വേണം. നിഷ്ഠയില്ലെങ്കിൽ നിങ്ങൾ പരാജയമായി പോകും. പെട്ടെന്ന് അറിയില്ല. അത് മക്കളുടെ മേലും ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അതാണല്ലോ നാം എപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഭയപ്പെടണം. അന്യായമായി സമ്പാദിക്കുന്നവൻ ഭയപ്പെടണം. അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവന് ഭയപ്പെടണം.
കൈക്കൂലി വാങ്ങുന്നവൻ ഭയപ്പെടണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ കേട്ട് അങ്ങ് പോകുന്നു, വിട്ടുപോകുന്നു, ആരും അത്ര ഗൗരവം കൊടുക്കുന്നില്ല. പിന്നെ ഗൗരവമുള്ളൊരു സമയം വരും. നിങ്ങളുടെ മക്കൾ പല കാര്യങ്ങളിൽ നശിക്കുമ്പോൾ നിങ്ങൾ അയ്യോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയ്യോ എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ നന്നായി വരണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം, നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കണം, നിങ്ങൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായിത്തീരണം. ഇസ്രായേലിലെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കി കളയും വരെ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കി കളയും വരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കി നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യണം. പാപത്തെ ഓർത്ത് അനുദപിക്കണം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള നെടുവീർപ്പുകൾ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ യാതനകൾ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കഠിനമായ പ്രയാസങ്ങൾ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ താങ്ങാനാവാത്ത ചില ദുരിതങ്ങൾ വരുന്നു? എന്താണ് ഈ അത്യാഹിതങ്ങൾ വരുന്നത്? എൻ്റെ കർത്താവ് എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എൻ്റെ ഏതെങ്കിലും പാവമാണോ അതിന് കാരണം? എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഒരു ദശം വരുമ്പോൾ അത് എൻ്റെ കർത്താവേ, അത് എൻ്റെ പാവം എന്തെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കണം, ഓരോന്നോരോന്നായി ചിന്തിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ച് അത് കണ്ടുപിടിച്ച് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത്ഭുതകരമായൊരു വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മക്കൾ വിടുവിക്കപ്പെടും, മക്കളുടെ മക്കൾ വിടുവിക്കപ്പെടും. അവരുടെ ഹൃദയത്തിലുള്ളതായ ദുരാഗ്രഹങ്ങൾ മാറിക്കിട്ടും. ഒരു സമയത്ത് ലോകസ്നേഹികളായിരുന്നെങ്കിലും, ഒരു സമയത്ത് ദ്രവ്യാഗ്രഹികളായിരുന്നെങ്കിലും, ഒരു സമയത്ത് അഹങ്കാരികളായിരുന്നെങ്കിലും മക്കൾ ദൈവത്തെ അന്വേഷിക്കുന്നതായിത്തീരും. കാരണം നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ ശാപം മാറുകയാണ്. അതോടൊപ്പം മക്കളുടെ മേലുള്ളതായ ശാപവും മാറിപ്പോവുകയാണ്. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. വളരെ ഗൗരവമേറിയ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കി കളയുന്നവരെ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം 12 വാക്യം മുതൽ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശത്രുക്കൾക്ക് പുറം കാട്ടുകയെന്ന് വെച്ചാൽ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റു. ശത്രുക്കൾക്ക് പുറം കാട്ട്, പുറകോട്ട് ഓടുകയാണ്. ശത്രുവിനെ കണ്ടിട്ട് പുറകോട്ട് ഓടുകയാണ്. അത് പുറം കാട്ടുക എന്ന് പറയുന്നത്. ശത്രുവിനെ കണ്ട് തോറ്റ് ഓടുന്നവരാണ് ശത്രുവിനെ പുറം കാട്ടുക എന്ന് പറയുന്നത്. ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു, ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. ദൈവമക്കളെ വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഈ കാര്യം നിസ്സാരമായിട്ട് എടുക്കരുത്. നിങ്ങളുടെ ഇടയിൽ എന്താണ് ശാപമുള്ളത്? നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ശാപമുള്ളത്? നിങ്ങളുടെ പൂർവ്വീകന്മാരുടെ ജീവിതത്തിൽ എവിടെയാണ് ശാപമുള്ളത്? ഒരുപക്ഷെ നമുക്കും തിരുത്താൻ പറ്റാത്തതായിരിക്കും. പൂർവ്വന്മാരുടെ കാലത്ത് വന്നുപോയ ശാപകരമായ കാര്യങ്ങൾ നമ്മളെങ്ങനെ തിരുത്തും? പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. കർത്താവെ, തലമുറകളായി പടർന്നു വരുന്ന ഈ ശാപത്തിൻ്റെ ആ ചരട് എൻ്റെ ഈ ആയുഷ്കാലത്ത് മുറിച്ച് കളയണമേ. അതിനി അടുത്ത തലമുറയിലേക്ക് പോകാതെ എൻ്റെ ആയുഷ്കാലത്ത് മുറിച്ച് കളയണമേ. ശാപങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഭയത്തോടെ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, അനേകം ദൈവമക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അനുസരിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല, ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ചിലരെല്ലാം ഭാഗ്യവശാൽ ചിലത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അനേകം പേരും കേട്ടങ്ങ് പോവുകയാണ്. ഓരോ പ്രാവശ്യം കേട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇത്രയും ദോഷം വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗം വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ എത്രയും ഭയാനകമായ അത്യാഹിതം വരുന്നത്? അത്യാഹിതം വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും ഭയങ്കരമായ അപായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് സ്തോത്രം. ഓരോ കുടുംബത്തിലേക്കും തിരിഞ്ഞു നോക്കണം. ചിലത് നമുക്കിപ്പോൾ പിടികിട്ടിയെന്ന് വരികയില്ല. പക്ഷേ സാരമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ശാപം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മുടെ കാലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലത്തായിരിക്കും, എന്തായിരിക്കും മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മുൻപിൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ, യേശുക്രിസ്തുവിൻ്റെ ജയമുള്ള ശ്രീവായുടെ മുമ്പിൽ നിങ്ങളെ തന്നെ അടിയറ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ശാപം മാറും. അപ്പോൾ തന്നെ അവിടെ വെച്ച് ശാപത്തിൻ്റെ കണ്ണി മുറിച്ചു കളയും, ശാപത്തിൻ്റെ ചരട് മുറിച്ചു കളയും. അടുത്ത തലമുറയിലേക്ക് പോവുകയില്ല, നിങ്ങളുടെ മക്കളിലേക്ക് പോവുകയില്ല, മക്കളുടെ മക്കളിലേക്ക് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ശാപം മുറിച്ചു കളയുവാൻ, ശാപത്തെ ఖണ്ഡിച്ചു കളയുവാൻ, ശാപത്തെ ഭേദിപ്പിച്ച് കളയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് കർത്താവ് ഇത്രയും വലിയ ദുര്യോഗം എന്ന് വെച്ചാൽ ഇത്രയും വലിയ അപകടം വന്നത്, ഇത്രയും വലിയ കെടുതി വന്നെന്താണ്? ഇത്രയും വലിയ പ്രയാസം വന്നെന്താണ്? താങ്ങാൻ വയ്യാത്തതായി വലിയ ഘോരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം, അനുഭവിക്കണം. മറ്റുള്ളവരുടെ പാവം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ആ പൂർവികന്മാരുടെ കാലത്ത് വന്നത് പാപം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതറിയാമെങ്കിൽ നമുക്കൊന്നും ചെയ്യാനുമില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കും നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യം ഇതാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഈ ദേഹം, എൻ്റെ ഈ ദേഹി പ്രാണൻ, എൻ്റെ ആത്മാവ് യേശുവേ നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നീ നിന്നെ തന്നെ പിതാവായ ദൈവത്തിന് സൗരഭ്യവാസനയായി അർപ്പണം ചെയ്തതുപോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ ഭാവി എന്ന് പറയുന്നത് ഇനി യേശു മാത്രമാണ്. സ്തോത്രം. ഈ സമർപ്പണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എൻ്റെ ഭാവി എന്ന് പറയുന്നത് യേശു മാത്രമാണ്. എനിക്ക് സ്വന്തം ഭാവിയില്ല, സ്വന്തം താല്പര്യമില്ല, സ്വന്തം ആഗ്രഹമില്ല, സ്വന്തം പ്ലാനില്ല, സ്വന്തം പദ്ധതിയില്ല. കർത്താവേ, എനിക്കിനിയാകെ യേശു മാത്രം. എൻ്റെ യേശു, എന്നെ കാണുന്നതിൻ്റെ യേശു. ഒരു നാൾ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദം ചുംബിക്കേണ്ടതാണ്. ഞാൻ മരണം കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് ചെന്ന് അവൻ്റെ പാദം മൊത്തേണ്ടതാണ്. എൻ്റെ യേശു, സ്വർഗത്തിൻ്റെ അധിപതിയായ എൻ്റെ യേശു, നിത്യനായ യേശു, കാലങ്ങൾ മാറിയാലും മാറാത്തനായ യേശു, ജനങ്ങളും സ്നേഹിതന്മാരും മാറിയാലും മാറാത്തനായ യേശു, കൂട്ടുകാർ വിട്ടുപോകും, സ്നേഹിതർ പിരിഞ്ഞു പോകും, മാതാപിതാക്കൾ മറന്നുപോകും, എന്നാലും മാറാത്തവനായ യേശു. ഈ യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങളുടെ ഹൃദയം സർവ്വാത്മന നിങ്ങൾ സമർപ്പിക്കണം, നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. അപ്പോൾ ഈ ശാപത്തിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോകും, എല്ലാം കരിഞ്ഞു പോകും. സ്തോത്രം. ഇസ്രായേലിൽ നിലവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ കയ്യിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക. യേശുവായോട് പറയുകയാണ്, മോനെ നീ എഴുന്നേൽക്ക്, നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എൻ്റെ കർത്താവേ എനിക്ക് കഷ്ടം വന്നല്ലോ, ദുരിതം വന്നല്ലോ, ഞങ്ങൾക്ക് ദോഷം വന്നല്ലോ, ഞങ്ങളുടെ കുടുംബത്തിന് ദോഷം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നീ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഒന്ന് എഴുന്നേൽക്ക, നീ ഉണര്. നീ ഇപ്പോൾ വീണ് കിടന്ന് കരയേണ്ട സമയമല്ല. നീ വെറുതെ നിരാശയോടെ കരയുകയാണ്, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല വേണ്ടത്. നീ എഴുന്നേൽക്ക്, ജനത്തെ നീ ശുദ്ധീകരിക്കുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം. സ്തോത്രം. വെറുതെ ഒന്ന് സ്തുതിക്കുന്നതല്ല ശുദ്ധീകരണം. ആളുകൾ അങ്ങനെയൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. ഒന്ന് സ്തുതിക്കുന്നു, അതല്ല ശുദ്ധീകരണം. നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം, കുടുംബത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ ശുദ്ധീകരിക്കണം. എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ആത്മാവിൻ്റെ അത്ഭുതകരമായ അനുഭവം നമുക്ക് ലഭിക്കുന്നത്. കുടുംബത്തെ ശുദ്ധീകരിക്കണം. നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ ദോഷവഴികളിലേക്ക് പോകുന്നു. അവർ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ലംഘിച്ചു കളഞ്ഞു പോകുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ മറന്നു പോകുന്നു. എൻ്റെ കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാനൊരാൾ മരണത്തോളം ഒരു വിശുദ്ധനായി നിന്റെ സന്നിധിയിൽ നിന്നുകൊള്ളാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഒരാൾ മരണത്തോളം വിശ്വസ്തയോടെ നിന്നുകൊള്ളാം, വിശുദ്ധനായി നിന്നുകൊള്ളാം, സ്തുതിയായി നിന്നുകൊള്ളാം. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു, അദ്ദേഹത്തിന് സുബോധമില്ല, അദ്ദേഹത്തിന് ചുമതലാബോധമില്ല. മക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ അത് ചിന്താവിഷയമല്ല. മക്കൾ പഠിക്കുന്നില്ലയോ അത് ചിന്താവിഷയമല്ല. അദ്ദേഹം ഉത്തരവാദിത്വമില്ലാത്തനായി, ഒരു സുബോധമില്ലാത്തതിനെ പോലെ നടക്കുന്നു. തിന്നുക, കുടിക്കുക, മേളിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഉദ്ദേശമില്ല. കർത്താവ് നശിച്ചുകൊണ്ടിരിക്കുന്നു. ദാദാ, ഞാൻ ഭാര്യയാണല്ലോ, ഞാനൊരാൾ. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ മരണത്തോളം വിശ്വസ്തയോടെ നിൽക്കും. എൻ്റെ ഈ സമർപ്പണം നീ അംഗീകരിക്കണം. ഈ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നീ തൊടണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ തീ എന്നിൽ കത്തണം, സ്വർഗത്തിൻ്റെ അഗ്നി എന്നിൽ കത്തണം. സ്വർഗത്തിൻ്റെ തീ എന്നിൽ കത്തുമ്പോൾ ആ തീയിൽ പിശാചുക്കൾ ദഹിച്ചു പോകും, ശത്രുക്കളെല്ലാം കത്തിപ്പോകും. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മേൽ ആ തീയുടെ ചൂട് ചെന്ന് അടിക്കും. എൻ്റെ ഭർത്താവിൻ്റെ മേൽ ചൂട് ചെന്ന് അടിക്കുമ്പോൾ അദ്ദേഹത്തിന് സുബോധം കിട്ടും. ഈ അപകടത്തിലാണല്ലോ, മദ്യപാനം ദോഷമാണല്ലോ എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകും. ആര് ഉപദേശിച്ചാലും മനസ്സിലാവുകയില്ല, എത്ര പ്രസംഗം കേട്ടാലും മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നിങ്ങൾ ഒരാൾ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, സ്തോത്രം, നിങ്ങൾ ഒരാൾ ചുമതലാബോധത്തോടെ ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ച് നോക്കൂ. കാണാം അത്ഭുതങ്ങൾ നടക്കുന്നത്. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കും. ഇസ്രായേലിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ കയ്യിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് ഇരിക്കുകയില്ല, യഹോവ നിങ്ങളോട് ഇരിക്കുകയില്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ കേട്ടിരിക്കാതെ നിങ്ങൾ ചിന്തിക്കണം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ചില ദോഷങ്ങളുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാൻ ഏറ്റുപറഞ്ഞിട്ടും പോകാത്ത ചില പാപങ്ങളുണ്ടല്ലോ, ഏറ്റുപറഞ്ഞിട്ടും വിട്ടുപോകാത്ത ചില മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് ജയജീവിതം ഇതുവരെ കിട്ടിയില്ലല്ലോ. പാവം വേണ്ട നീ വയ്ക്കുന്നുണ്ടെങ്കിലും പിന്നെയും പാവം വന്ന് അരച്ച് കയറുന്നല്ലോ. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നു. എനിക്ക് എന്താ ഇങ്ങനെ ചിന്ത വരുന്നത്?
കർത്താവെ, എനിക്ക് ഒട്ടും അങ്ങനെ ഒരു ഓർമ്മയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കർത്താവെ, ഇതെന്താണ് എനിക്കിങ്ങനെ വരുന്നത്? നിങ്ങൾ ദൈവസന്നിധിയിലെ മുട്ടിമേലിരിക്കുക, ദൈവസന്നിധിയിൽ നിന്ന് കരയുക. കർത്താവെ, നീ രക്ഷിച്ചല്ലാതെ ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം. നീ എന്നെ തൊട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്ത് ചെയ്യും? കർത്താവെ, നിൻ്റെ കരം വയ്ക്കാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് പ്രാപ്തിയില്ലല്ലോ, എനിക്ക് ആത്മീയം പോലും വേണ്ടതുപോലെ അറിയാൻ പാടില്ല, ആത്മലോകത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. കർത്താവെ, ആത്മീയ മണ്ഡലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല. കർത്താവെ, എന്നാൽ എനിക്കൊന്നറിയാം, ഞാൻ കെടുതിയിലാണ്, ഞാൻ വലിയ കഷ്ടത്തിലാണ്, ഞാൻ വലിയ നഷ്ടത്തിലാണ്, വലിയ ദുരിതത്തിലാണ്, അതെനിക്കറിയാം. കർത്താവെ, ഞാനിപ്പോഴും ഒരു പാവിയായിട്ടിരിക്കുന്നു. ഇന്നും എൻ്റെ ജീവിതത്തിലേക്ക് നീ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കറകൾ കാണുന്നു, കറകൾ. ഇന്നും ചില ചെളികൾ എൻ്റെ മേൽ പറ്റിയിരിക്കുന്നത് കാണുന്നു. കർത്താവെ, ഇവയെല്ലാം നീ ഒന്ന് കഴുകിത്തരണമേ. നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എൻ്റെ ഈ പാവങ്ങളെല്ലാം ഒന്ന് കഴുകിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തിന്മകളെല്ലാം നീ ഒന്ന് കഴുകിത്തരണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപമൊക്കെ എന്നെ ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുമേനിയോട് നിന്നോട് ഞാൻ യാചിക്കുന്നു, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടി എന്നെ ഒന്ന് തൊടണമേ. തൃക്കരം നീട്ടി തൊടുമ്പോൾ തിരുരക്തം എൻ്റെ ഒന്ന് വീഴും, ഞാൻ വിശ്വസിക്കുന്നു. ആ തിരുരക്തം കർത്താവേ എൻ്റെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്, യാചിക്കേണ്ട സമയമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയൂ, കർത്താവേ, എൻ്റെ സമർപ്പണം നീ സ്വീകരിക്കണമേ. ഞാനിതാ എന്നെ മുഴുവനായി നിനക്ക് സമർപ്പിക്കുന്നു, എന്നെ തന്നെ മുഴുവനായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ അത്ഭുത സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് ഒരു കാരണവശാലും അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിന് തീ ഭൂമിയിൽ ആളിക്കത്തുവാൻ തിരുവനസായതിനായി സ്തോത്രം. കർത്താവേ, ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തുടരണമേ കർത്താവേ. നീറിപ്പോകുന്ന മനസ്സുകൾക്ക് ആശ്വാസം കൊടുക്കണമേ കർത്താവേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ കർത്താവേ. പൈശാചിക ബാധയിൽപ്പെട്ട് വലയുന്നവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവേ. കുടുംബത്തിലേക്ക് സമാധാനം അയക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.